വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. വെസ്റ്റ് ബാങ്കിൽ 3 ഇസ്രായേൽ പോലീസുകാർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിലെ ഹെബ്രോണിലാണ് ആയുധധാരിയായ ഒരു ഫലസ്തീനി 3 ഇസ്രായേലി പോലീസ് ഓഫീസർമാരെ വെടിവെച്ചു കൊന്നത്. ഇസ്രായേലിലേക്കുള്ള തുർക്കിമേയിലെ പ്രധാന ചെക്ക് പോയിന്റിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനും പോലീസിനും നേരെ തോക്കുധാരി നിറയൊഴുക്കുകയായിരുന്നു. ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന്റെ നാനാഭാഗങ്ങളിൽ ചെക്ക് പോയിന്റുകളും റെയ്ഡും കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. 22 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും ശക്തമായ ആക്രമണത്തിലാണിപ്പോൾ. ശരിക്കു പറഞ്ഞാൽ ജനീൻ ഇസ്രായേലിന്റെ ഉപരോധത്തിന്റെ കീഴിലാണിപ്പോൾ. ഫലസ്തീനികൾ ജനീനിൽ ശരിക്കും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേൽ കൂടുതൽ സേനയെ ജനീനിൽ വിന്യസിച്ചിട്ടുണ്ട്. ജനീനിൽ ഇസ്രായേൽ സേനയും ഫലസ്തീൻ ഫൈറ്റേഴ്സും ശക്തമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ ആർമി ജനീനിലേക്കുള്ള എല്ലാ റോഡുകളും അടച്ചുകൊണ്ടാണ് ശക്തമായ റെയ്ഡുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ കാർ ബോംബ് സ്ഫോടനത്തെ തുടർന്നാണ് മേഖലയിൽ കൂടുതൽ ചെക്ക് പോയിന്റുകൾ ഇസ്രായേൽ സ്ഥാപിച്ചത്. കാറിലെത്തിയ 2 പേരാണ് ചെക്ക് പോയിന്റിൽ ഇസ്രായേലി പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്നത്. ഒരാൾ വാഹനം ഓടിക്കുകയും മറ്റൊരാൾ ഇസ്രായേൽ ഉദ്യോഗസ്ഥർക്ക് നേരെ തുടരെ നിറയൊഴിക്കുകയുമായിരുന്നു. അതേസമയം ഗസയിലെ ടനലിൽ നിന്നും കണ്ടെത്തിയ ഇസ്രായേലി ബന്ദികളുടെ ഡെഡ് ബോഡികൾ ഐഡന്റിഫൈ ചെയ്തു. ഹമാസ് പറയുന്നത് ഇസ്രായേലി ബന്ദികൾ കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കൈകൾ കൊണ്ട് തന്നെയാണെന്നാണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ തന്നെയാണത്രേ ഇപ്പോൾ കിട്ടിയ 6 ബന്ദികളും കൊല്ലപ്പെട്ടത്. ബന്ദികളുടെ ബന്ധുക്കൾ ശക്തമായി നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് ബന്ദികളുടെ മരണത്തിൽ. നെതന്യാഹുവിന്റെ പിടിവാശിയാണ് ബന്ദികളുടെ മരണസംഖ്യ ഉയരുന്നതിന് കാരണമാകുന്നതെന്നാണ് അവർ പറയുന്നത്. ഇനിയും ഹമാസിന്റെ കൈകളിൽ 97 ബന്ദികൾ അവശേഷിക്കുന്നുണ്ട്. അവരെയെങ്കിലും ജീവനോട് തിരികെ എത്തിക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ആയിരങ്ങൾ അണിനിരുന്ന പ്രതിഷേധത്തിൽ അവർ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് ഹമാസുമായി ഒരു കരാറിലെത്തുന്നതിൽ നെതന്യാഹു പരാജയപ്പെട്ടുവെന്നാണ്. ഇസ്രായേലി ഡെയിലി ന്യൂസ് ഹാരിറ്റ്സിന്റെ പൊളിറ്റിക്കൽ അനലിസ്റ്റ് അക്കിവ എൽദാർ പറയുന്നത് ഇതുകൊണ്ടൊന്നും നെതന്യാഹുവിന്റെ മനസ്സ് മാറുകയില്ല എന്നാണ്. അദ്ദേഹം പറയുന്നത് നെതന്യാഹുവിന്റെ മുഖ്യ ലക്ഷ്യം അദ്ദേഹത്തിന് നിലനിൽപ്പാണ് എന്നാണ്. അതിന് യുദ്ധം തുടരുക തന്നെ വേണം. നെതന്യാഹുവിന്റെ നിലനിൽപ്പിന് വേണ്ടി ബന്ദികളെ ബലി കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. 30ഓളം വരുന്ന ഇസ്രായേൽ ബന്ദികൾ കൊല്ലപ്പെട്ടത് നെതന്യാഹുവിന്റെ പിടിവാശി കൊണ്ട് മാത്രമാണ്. ഇതേക്കുറിച്ച് ഇസ്രായേൽ ക്യാബിനറ്റിൽ വാഗ്വാദങ്ങൾ നടന്നിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഡിഫൻസ് മിനിസ്റ്റർ നെതന്യാഹുവിനോട് പറഞ്ഞത് വാക്കുകൾ മാധ്യമങ്ങൾക്ക് ലീക്കായി കിട്ടിയത് ഇപ്രകാരമാണത്രേ: മോചനത്തിനായി തുരങ്കത്തിൽ കാത്തിരുന്ന 30 പേരെങ്കിലും നിങ്ങൾ കൊല്ലുകയാണ് ചെയ്തത് എന്നാണ്. നെതന്യാഹു ഫിലാഡൽഫിയ കോറിഡോറിൽ സൈനിക സാന്നിധ്യം വേണമെന്ന് പറയുമ്പോൾ തന്നെ 70% വരുന്ന അറബ് ജൂതരും ആവശ്യപ്പെടുന്നത് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കണമെന്നാണ്.